Android programming. Dear students, in the last class we discussed about a development environment that contain JDK, SDK, Eclipse and Android Studio. ഈ ത്രീ തിങ്സ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഏത് രൂപത്തിൽ റൺ ചെയ്യിപ്പിക്കാം എന്നുള്ള ബേസിക് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഹിയർ ദിസ് ഈസ് അവർ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ ഹലോ ആൻഡ്രോയിഡ്. ഹലോ ആൻഡ്രോയിഡ് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം. ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നെയിമാണ് ഹലോ ആൻഡ്രോയിഡ്. ഈ ഹലോ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന്റെ താഴെ SRC എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഇതാണ് സോഴ്സ് ഫയൽ. നമ്മൾ ജാവയിലാണ് കോഡ് എഴുതുന്നത്, കംപ്ലീറ്റ് കോഡ്. ജാവയിൽ കോഡ് എഴുതുമ്പോൾ തന്നെ പാക്കേജ് നെയിം ആണ് താഴെ കാണിക്കുന്നത്. ഈ ഒരു സിമ്പിൾ നോക്കാം, പാക്കേജ് നെയിം com.example.hello android. ഈ ഒരു പാക്കേജിനകത്താണ് ഹലോ ആൻഡ്രോയിഡ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞ നമ്മുടെ ജാവയുടെ സോഴ്സ് ഫയൽ ഉള്ളത്. ഓക്കെ, സോ ഇത് സോഴ്സ് ഫയലാണ്. ഡോട്ട് ജാവ ജാവ കോഡ് ഫോർ അവർ ആക്ടിവിറ്റി. മെയിൻ ആക്ടിവിറ്റി ജാവ കോഡ്. മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടാവും. ഹലോ ആൻഡ്രോയിഡ് ഡോട്ട് ജാവ ഫസ്റ്റ് വൺ. ഈ രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ നെയിം എന്താണോ ആ നെയിം ഇവിടെ കൂടെ അതും കൂടെ വരും. ഓക്കെ, അങ്ങനെ ഇവിടെ ആയിരിക്കും, ഈ ഒരു ലൊക്കേഷനിലായിരിക്കും സോഴ്സ് കോഡ് ഉണ്ടായിരിക്കുക, ജാവയുടെ കോഡ്. ഓക്കെ, അപ്പൊ എല്ലാ സോഴ്സ് കോഡ് എവിടെ ക്രിയേറ്റ് ചെയ്യുക? SRC എന്ന ഫോൾഡറിനകത്തായിരിക്കും ക്രിയേറ്റ് ആവുക. ക്ലിയർ? ദെൻ സെക്കൻഡ് ഇവിടെ പറയുന്നത് ആൻഡ്രോയിഡ് 2.2. ഇതിന്റെ വെർഷനാണ്, മിനിമം വെർഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന 2.2 എന്ന് പറഞ്ഞ വെർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 2.2 എന്ന് പറഞ്ഞ വെർഷനിൽ. അപ്പോൾ നമ്മൾ അതിന്റെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, കാരണം നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തില്ല, കാരണം അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ ബേസിക് സ്ട്രക്ചർ ഇവിടെ വരുന്നത്. ജനറേറ്റ് ചെയ്യുക. എന്താ ജനറേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, com.example. അതുപോലെ ഹലോ ആൻഡ്രോയിഡ്. ഈ ഒരു പാക്കേജിനകത്ത് r.java എന്ന് പറഞ്ഞ കണ്ടന്റ്. ഈ r.java എന്താ? ജനറേറ്റഡ് ജാവ കോഡ് ഹെൽപ്സ് ലിങ്ക് റിസോഴ്സസ് ടു ജാവ കോഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനകത്ത് ബട്ടൺ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ്, ഇതിലേതെങ്കിലും കൺട്രോൾസ് ഉണ്ടെങ്കിൽ ആ കൺട്രോൾസ് ഒക്കെ ഇത് ജാവ കോഡുമായി ലിങ്ക് ചെയ്യാനുള്ള കോഡ്സ്, ആ കോഡ് ക്രിയേറ്റ് ചെയ്യാനാണ് r.java. ക്യാപിറ്റൽ R ആണ് r.java. ഈ r.java കോഡ് സിസ്റ്റം ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും. നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ ഇവിടെ ഒരു കമാൻഡ് ബട്ടൺ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ കമാൻഡ് ബട്ടന്റെ കോഡ്, അതുമായി ബന്ധപ്പെട്ട കോഡുകൾ സിസ്റ്റം ജനറേറ്ററിലെ ലിങ്കിങ് കോഡുകൾ ഇവിടെ ക്രിയേറ്റ് ആവും, r.java ക്രിയേറ്റ് ആവും. ഓക്കെ, ദെൻ വേറെ എന്താണ് RES എന്ന് പറഞ്ഞ ഫോൾഡർ, റിസോഴ്സ് ഫോൾഡർ. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ RES എന്ന് പറയാം. ഈ ഒരു ഫോൾഡറിനകത്ത് ഉണ്ടായിരുന്ന കണ്ടന്റ് എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ഐക്കൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിക്ചർ ഉണ്ടായിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടായിരിക്കാം, ഓഡിയോ ഫയൽ ഉണ്ടാവും, വീഡിയോ ഫയൽസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ടൈപ്പ് റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ റിസോഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ RES എന്ന് പറഞ്ഞു. ഓക്കെ, ബേസിക് ആയിട്ട് ഇവിടെ പറഞ്ഞ ഓരോ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ ഒക്കെ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പൊ ഡ്രോയബിൾ എന്ന് പറഞ്ഞാൽ HDPI, ഡോട്ട് പെർ ഇഞ്ച് DPI എന്ന് പറഞ്ഞാൽ ഇത് HD എന്ന് പറഞ്ഞാൽ HD ആണ്, അതായത് ഹൈ ഡെഫിനിഷനാണ് വരുന്നത്. അതുപോലെ MDPI, പിന്നെ പല ടൈപ്പ് വെർഷൻസ് അവൈലബിൾ ആണ്, LDPI. അപ്പൊ ഇതിലൊക്കെ മീഡിയം ഡോട്ട് പെർ ഇഞ്ചാണ് യൂസ് ചെയ്യുന്നത്, M വെച്ചിട്ട്. അപ്പോൾ അതിന്റെ റെസൊല്യൂഷൻ സൈസ് നോക്കിയിട്ടാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അത് ഇമേജ് ആയിരിക്കാം, വീഡിയോ ഉണ്ടായിരിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സുകളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ ആണ് ഇവിടെ. ഇമേജ് കൊണ്ടുവന്ന് വരുന്ന ഫസ്റ്റ് പോർഷൻ ആണ്. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഡ്രോയബിൾ. ആ ഡ്രോയബിളും ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ ഡ്രോയബിളിലും ഇതുപോലെയുള്ള ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യണം, കാരണം ഡിവൈസസിന്റെ റെസൊല്യൂഷൻ അനുസരിച്ച്, അതിന്റെ സ്ക്രീൻ സൈസ് അനുസരിച്ച് ഡിഫറെന്റ് സൈസിലായിരിക്കും ഇമേജസ് ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ലേ ഔട്ട് എന്ന കൺസെപ്റ്റ്. ഈ ലേ ഔട്ടിനാണ് ഡിസൈൻ വിൻഡോയിൽ ലേ ഔട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ main.xml. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിൻഡോയിലെ ഹലോ ആൻഡ്രോയിഡ് ഡോട്ട് ജാവ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റിയുടെ ലേ ഔട്ട് ആണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്ന കണ്ടന്റ്, main.xml. ഈ നെയിംസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഹലോ ആൻഡ്രോയിഡിലെ നെയിം ചേഞ്ച് ചെയ്യാം, അതുപോലെ main.xml ഇതൊക്കെ നെയിം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഫയൽ നെയിമാണ്, നെയിം നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഡീഫോൾട്ട് വന്ന നെയിമാണ് ഏതാ, main.xml എന്നും. അതുപോലെ ഏതാണോ നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം ആ ആപ്ലിക്കേഷൻ നെയിം വെച്ചിട്ടാണ് ഡോട്ട് ജാവ എന്നുള്ളത് മെയിൻ ആക്ടിവിറ്റിക്ക് വരിക. സോ മെയിൻ XML ആണ് കാണിക്കുന്നത്, main.xml. മെയിൻ ആക്ടിവിറ്റിയുടെ XML ഫയൽ ലേ ഔട്ട്. അപ്പൊ ഈ ലേ ഔട്ട് ആണ് ലീനിയർ ലേ ഔട്ട്, അതുപോലെ ഫ്രെയിം ലേ ഔട്ട്, ടേബുലർ ലേ ഔട്ട്, മൾട്ടിപ്പിൾ 5 ടൈപ്പ് ലേ ഔട്ടുകൾ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ലേ ഔട്ട് വെച്ചിട്ടായിരിക്കും ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ ഡിസൈൻ ചെയ്യുന്ന കോഡുകൾ ഇവിടെ വരിക. ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് ബോക്സ്, കമാൻഡ് ബട്ടൺ, റേഡിയോ ബട്ടൺ, ഇങ്ങനെ ഏത് കൺട്രോൾസും നമുക്ക് ഇവിടെ ലേ ഔട്ട് ചെയ്യാനുള്ള വിൻഡോ ആണ് ലേ ഔട്ട് ഓഫ് ദ ആക്ടിവിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വാല്യൂസ്.
ഈ വാല്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഉണ്ടായിരിക്കുക ഇവിടെ സ്ട്രിംഗ് ഡോട്ട് എക്സ്എംഎൽ തീംസ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കളേഴ്സ് ഉണ്ടായിരിക്കാം. നമുക്കിവിടെ യൂസ് ചെയ്യുന്നതാണ് സ്ട്രിംഗ് ഡോട്ട് എക്സ്എംഎൽ ആണ് ഇവിടെ ബൈ ഡീഫോൾട്ട് ഉള്ളത്. സ്ട്രിംഗ് ഡോട്ട് എക്സ്എംഎൽ ഉദ്ദേശിച്ച് സ്ട്രിങ്സ് യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. കറണ്ട് ആപ്ലിക്കേഷനിൽ ഏത് 2-3 ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഏത് ആക്ടിവിറ്റിയിലും നമ്മൾ ഇതുപോലെ സ്ട്രിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ട്രിങ് ഉദ്ദേശിച്ചത് നെയിം. അപ്പോൾ ആപ്ലിക്കേഷൻ നെയിം ഒരു സ്ട്രിങ് ആണ്. ഇവിടെ ഹലോ ആൻഡ്രോയിഡ് എന്ന ആപ്ലിക്കേഷന്റെ നെയിമാണ്, ഇതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, ആ ഹെഡിങ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്ട്രിങ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അത് മെൻഷൻ ചെയ്യാനുള്ള വാല്യൂസ് മെൻഷൻ ചെയ്യാനുള്ള ഒരു പോർഷനാണ് സ്ട്രിംഗ് ഡോട്ട് എക്സ്എംഎൽ എന്നാണ്. ഓക്കെ, ആ വേരിയബിളിനെ മെൻഷൻ ചെയ്യാം. അതുപോലെ വേറെ എന്താണ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ്എംഎൽ. ഇത് നമ്മൾ പറയണ്ടായിരുന്നു ഈ ഒരു മാനിഫെസ്റ്റ് ഡോട്ട് എക്സ്എംഎൽ. ഈ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും അതല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കണ്ടന്റുകളൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഈ ഫയലാണ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ്എംഎൽ എന്നാണ്. ഇതിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് വെർഷൻ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്, ആൻഡ്രോയിഡ് 2.2. ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷന്റെ വെർഷൻ എത്രയാണ്? സപ്പോസ് 1.01 ആണെങ്കിൽ ആ ഒരു വെർഷൻ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.1 7.2 ഒക്കെ ആണെങ്കിൽ ആ അപ്ഡേഷന്റെ വെർഷൻ, ആ ഒരു ആപ്ലിക്കേഷന്റെ വെർഷൻ. മാത്രമല്ല ആപ്ലിക്കേഷൻ ഏതെല്ലാം കണ്ടന്റ് ആക്സസ് ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് ആക്സസ് ചെയ്യുന്നുണ്ടോ, ഗാലറി ആക്സസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ പെർമിഷൻ ചോദിക്കാറില്ല ഇൻസ്റ്റാളേഷൻ സമയത്ത്. ആ കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഓതർ ആരാണ്, അതുപോലെ എത്ര ഫയൽ സൈസ് എത്ര ഉണ്ട്, എത്ര MB ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മാനിഫെസ്റ്റ് നമ്മൾ കേട്ടില്ലേ, മാനിഫെസ്റ്റ്, ആ ഒരു കണ്ടന്റ് എവിടെ വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് മാനിഫെസ്റ്റ് എവിടെ ഉണ്ടാവും, ഈ ഒരു ഫയൽ ഡോട്ട് എക്സ്എംഎൽ എന്ന ഫയൽ ഉണ്ടാവും. പെർമിഷൻസ് ആക്സസ് ചെയ്യാനുള്ള കണ്ടന്റും അതുപോലെ ഈ ആപ്ലിക്കേഷൻ വഴി ഏതെല്ലാം കമ്മ്യൂണിക്കേഷൻസ് വേറെ ആപ്പുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന്റെ ലിങ്ക് എന്താണ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. അതാണ് ബേസിക് ആയിട്ട് ആപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്ത് വരുന്ന എവിടെയാണ്, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സ്എംഎൽ എന്നാണ് ഒരു കണ്ടന്റ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും വരാണ്ട് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൽ വീഡിയോ കാണാം. ഓക്കെ, ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് ADT ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മുമ്പത്തെ ക്ലാസ്സിൽ കാണാത്തവരെ കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർഫേസ്. അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ID. ഇവിടെ ഈ ഒരു സൈഡിലാണ് അതിന്റെ പാക്കേജ് നെയിം കാണിക്കുക. ഫയലിൽ ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രൊജക്ട് ഹലോ ആൻഡ്രോയിഡ്, then com.example.hello android. ഈ എക്സാമ്പിൾ ബൈ ഡീഫോൾട്ട് വരുന്ന നമുക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാം. com.ws.hello android. ഇത് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫ്രോയോ വെർഷനിലാണ്. ബേസിക് ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്രോയോ, മിനിമം SDK ഫ്രോയോ. എല്ലാ വെർഷൻസും ഉണ്ട്, 1.1 ഓൺവേർഡ്സ് ഉണ്ട്. ലാസ്റ്റ് നമ്മളിലെ SDK വെർഷൻ 17 ആണ്, API 17. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു API നെ കുറിച്ചൊക്കെ. അപ്പോൾ 4.2 ജെല്ലി ബീൻ വരെയുള്ള കണ്ടന്റ് ആണ് ഈ ഒരു SDK ഉള്ളൂ. അതുകൊണ്ടാണ് ആ SDK അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 10.11 ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് വെർഷൻ എന്ന രൂപത്തിലാണ് ജെല്ലി ബീൻ വരെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. മാക്സിമം വെർഷൻ, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന വെർഷൻ എന്ന് പറയുന്നത് നമുക്ക് മിനിമം വെർഷൻ ഫ്രോയോ 2.2 ആക്കിയിട്ടുണ്ട്. അതുപോലെ API ലാസ്റ്റ് വെർഷൻ ടാർഗറ്റ് APK വെർഷൻ ചെയ്താൽ 4.2 ജെല്ലി ബീനിലാണുള്ളത്. ഓക്കെ, കമ്പൈൽ വിത്ത് ലേറ്റസ്റ്റ് ജെല്ലി ബീൻ വെച്ചിട്ടാണ്, ഏറ്റവും ലേറ്റസ്റ്റ് അതിലാണ് കമ്പൈൽ ചെയ്യുക. ദെൻ ഇവിടെ തീം വന്നിട്ടുണ്ട്, ആക്ഷൻ ബാറിൽ തീം. ബേസിക് ആയിട്ട് നമുക്ക് തീം അറേഞ്ച് ചെയ്യാം. കാണാൻ നല്ല രസമുള്ള തീമാണ്. ഒരുപാട് തീം അവൈലബിൾ ആണ്, നമുക്ക് അതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. SDK അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് ജെല്ലി ബീൻ, അതാണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ കുറച്ച് മെമ്മറി ഡാറ്റ കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ക്രിയേറ്റ് ലോഞ്ചർ ഐക്കൺ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ക്രിയേറ്റിവിറ്റി, പ്രോഗ്രാം ലൊക്കേഷൻ, വർക്ക് സ്പേസ്, ദെൻ ഐക്കണിന്റെ സിമ്പിൾസ് ആണ് കാണിക്കുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ആക്ടിവിറ്റി, അതുപോലെ ഫുൾ ആക്ടിവിറ്റി, നമുക്ക് പഠിക്കാനുള്ള പ്രോജക്റ്റിന്റെ ഈ ഒരു പോർഷനാണ്. പ്രൊജക്ട് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ദെൻ ഇതിവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പൊ ഇവിടെ ആ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. പാക്കേജ് എക്സ്പ്ലോറർ, ഇതിൽ ഹലോ ആൻഡ്രോയിഡ്, ഈ താഴെ ഇവിടെ കാണിക്കാൻ സെർച്ച് ചെയ്ത് പോകണ്ടില്ലേ, കംപ്ലീറ്റ് ആകുമ്പോൾ ഫില്ലായി നിൽക്കും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ്. നോക്കി, പാക്കേജ് എക്സ്പ്ലോറർ കണ്ടില്ല, ഈ പാക്കേജ് എക്സ്പ്ലോറർ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതാണ് ഈ ഒരു കാണുന്ന പാക്കേജ് എക്സ്പ്ലോറർ. ഇവിടെ നോക്കുക, ആൻഡ്രോയിഡ് എന്ന കണ്ടന്റ് ഇവിടെ ഹലോ ആൻഡ്രോയിഡ്, ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ. അതിന്റെ SRC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാക്കേജ്, നമ്മൾ കൊടുത്ത പാക്കേജ് ഉണ്ടോ, com.aws.hello android. ശേഷം അതിന്റെ അണ്ടറിലാണ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. ഇതാണ് നമ്മുടെ ജാവ ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി, നമ്മൾ ജാവ ഫയൽ ഇവിടെ
ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് നമ്മുടെ ജാവയുടെ ഫയൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ അതാണ് മെയിൻ ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് ആ പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തല്ലോ, ആ ഭാഗത്ത് നമുക്ക് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഫയൽ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു വിൻഡോ. ഇതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ, ജാവയുടെ ഫയലാണ് കാണുന്നത് ഡോട്ട് ജാവ ഫയൽ. ഇവിടെ പ്യുവർലി ജാവയെ കോഡ് ഉണ്ടാവുക കണ്ടോ, ഇതെല്ലാം ജാവയുടെ കോഡാണ്. നമുക്ക് ഇവിടെ എക്സ്ട്രാ നമുക്ക് ഇവിടെ കോഡ് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും ജാവയുടെ കോഡ്. GEN ജനറേഷൻ ഇതാ ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞത് ആൻഡ്രോയിഡിന്റെ ആർ ഡോട്ട് ജാവ എന്നുള്ള ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതും കാണാൻ പറ്റും ആർ ഡോട്ട് ജാവ. ഇതാണ് ആർ ഡോട്ട് ജാവ. ഇതുണ്ട് ഫുള്ള് സ്ട്രിങ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്. നമ്മൾ ഇതൊരു ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ് ആക്സസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന കോഡുകളാണ്. നമ്മൾ അവിടെ ടൈപ്പ് ജാവയിലും അതുപോലെ XML ഫയലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള കോഡുകൾ രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോഡ് ആക്ഷൻ സെറ്റിംഗ്സ് കണ്ടോ, ആപ്പ് നെയിം ആപ്ലിക്കേഷൻ നെയിമാണ്. ഇതൊക്കെ ഞാൻ കാണിക്കാം. ഹലോ വേൾഡ്, ഈ ഹലോ വേൾഡ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ ഇവിടെ ഹലോ വേൾഡ്. ഒന്ന് സൂം ചെയ്യാം. കണ്ടോ ഹലോ വേൾഡ് പറയുന്നത് ടെക്സ്റ്റ് ആണ് ഹലോ വേൾഡ്. അപ്പൊ ഇവിടെ ഹലോ വേൾഡിൽ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആർ ഡോട്ട് ജാവയില് ഹലോ വേൾഡിന്റെ കണ്ടന്റ് അവിടെ വന്നു. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ യുണീക്ക് ID ഇത് ഓട്ടോമാറ്റിക് ആ ലിങ്ക് ചെയ്യാൻ ആ നമ്മുടെ ഡിവൈസും അതും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള കണ്ടന്റുകളാണ്. ആക്ഷൻ സെറ്റിംഗ്സ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ നെയിം എന്തായിരുന്നു, ഇവിടെ ഹലോ ആൻഡ്രോയിഡ്, ഇതാണ് ആപ്ലിക്കേഷൻ നെയിം. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ആർ ഡോട്ട് ജാവയിൽ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഏറ്റവും മാസ്റ്റർ ഫയൽ എന്ന കണ്ടന്റ്. ഇതാണ് ഏറ്റവും മുകളിൽ വരുന്ന കണ്ടന്റ്. ഇതിലാണ് ചേഞ്ചസ് ഓട്ടോമാറ്റിക് റീഡ് ചെയ്ത് വരിക. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ വെർഷൻ 4.2 എന്ന് പറഞ്ഞ ജെല്ലി ബീനിലാണ് വരുന്നത്. അതിന്റെ റാർ ഫയലാണ് ജാർ ഫയലാണ് കാണിക്കുന്നത്. അതിന്റെ API വെർഷൻ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഓപ്ഷനാണ് ഇവിടെ RES അല്ലെ, RES എന്നാണ് ഫോൾഡർ. ഇവിടെ റിസോഴ്സ്, ഇവിടെ ലേഔട്ട് വരണ്ടായിരുന്നു. ലേഔട്ട് അതായത് ആക്ടിവിറ്റി ഡോട്ട് അണ്ടർസ്കോർ മെയിൻ XML. ഓക്കെ, ഈ ഒരു കണ്ടന്റ് ഇതാണ് ലേഔട്ട്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് ലേഔട്ട് വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് ലേഔട്ട് വിൻഡോ. XML ഫയലാണ് കാണിക്കുന്നത് കണ്ടോ. ഇത് ഗ്രാഫിക്കൽ ലേഔട്ട്, അതാണ് ഈ കാണുന്നത് ഗ്രാഫിക്സ് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ കോഡ് ഇവിടെ കിട്ടും. ദാറ്റ് ഈസ് ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML. ഇതാണ് അതിന്റെ കോഡ്. അപ്പൊ ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ലാബിലാണ്. ഒരു ലാബിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഏതാ ലാബിലുള്ളത്, അതിന്റെ വിഡ്ത്ത്, അതിന്റെ പ്രോപ്പർട്ടിയാണ് ആൻഡ്രോയിഡ് ലേഔട്ട് വിഡ്ത്ത് റാപ്പ് കണ്ടന്റ്, ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് റാപ്പ് കണ്ടന്റ്, ആൻഡ്രോയിഡ് ലേഔട്ട് ടെക്സ്റ്റ് @string hello world. സ്ട്രിങ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ ഇവിടെ താഴെ പഠിക്കുന്നുണ്ട് സ്ട്രിങ് ഡോട്ട് XML പറഞ്ഞല്ലോ, ആ ഒരു കണ്ടന്റ് അവിടെ ഹലോ അണ്ടർസ്കോർ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത ഡാറ്റ തന്നെ എവിടെ വരുന്നത്, ഈ ഒരു കണ്ടന്റിൽ വരുന്നത്. ഇവിടെ വരുന്നത് സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ എന്താ വരുന്നത്, ഹലോ വേൾഡ് എന്നാണ്. ഇവിടെ സ്പേസ് ഉണ്ട്. ഇത് സ്ട്രിങ് ആണ് ഹലോ വേൾഡ്. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഇതൊരു സ്ട്രിങ് ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇവിടെ സ്ട്രിങ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഡോട്ട് XML എന്ന് പറഞ്ഞ ഫയലിന്റെ അകത്ത് ഹലോ അണ്ടർസ്കോർ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിൽ ഒരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് എന്നാ പറയുന്നത്. ആ ഡാറ്റ എന്തായിരുന്നു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഡാറ്റ. ഓക്കെ, അതുകൊണ്ടാണ് വന്നുള്ളത്, ഞാൻ കാണിക്കാം. ഓക്കെ, സോ മെയിൻ ഡോട്ട് XML ഇവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. നമുക്ക് വരുന്നൊരു ബട്ടൺ കൺട്രോൾ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊരു ബട്ടൺ കൺട്രോൾ കേട്ടോ. അപ്പൊ അതിന്റെ കോഡ് നോക്കി, കോഡ് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു ബട്ടൺ കൺട്രോൾ എക്സ്ട്രാ വന്നു കേട്ടോ. ഈ ബട്ടന്റെ കോഡാണ് ഓട്ടോമാറ്റിക് വന്ന കോഡ്. ക്ലിയർ. നമ്മളിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കോഡുകൾ അവിടെ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിന് ടെക്സ്റ്റ് ബോക്സ് കൊണ്ട് നേട്ടാൻ നോക്കാം. ഒരു ഹോം ബട്ടൺ ഇതൊരു നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കില്ല ബിസി ടൈം, അതെ ആ ഒരു ഓപ്ഷൻ നോക്കിയേ. അതിന്റെ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്. പ്രോഗ്രസ് ബാർ, അത് ആ റൗണ്ട് കംപ്ലീറ്റ് ആയി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള കണ്ടന്റ് വരിക. പ്രോഗ്രസ് ബാറിന്റെ കോഡ്, ഈ കോഡ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ. സോ XML ആണ് ഡിസൈനിന്റെ കോഡ് വർക്ക് ചെയ്യിപ്പിക്കുക. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് പറഞ്ഞത് ഇപ്പൊ മെനു ഒക്കെ ഉണ്ട്. മെനു ഒന്നും ഇപ്പോൾ നോക്കുന്നില്ല. മെനു ക്ലിക്ക് ചെയ്ത് എന്താ വരിക, മെനു ഡോട്ട് XML. മെനു ആഡ് ചെയ്യാൻ അവിടെ മെനു ഉണ്ടോക്കി നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് മെനു അവൈലബിൾ ആവും. അതായത് 3-4 ഡോട്ട് വരില്ലേ, 3 ഡോട്ടുകൾ അല്ലെങ്കിൽ 3 ലൈൻസ് ഉണ്ടാവും, 4 ലൈൻസ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് വരും. അതാണ് മെനു ഉദ്ദേശിച്ചത്. നമുക്ക് വരുന്നുണ്ട് പഠിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ വാല്യൂസിലാണ് തീം, സ്റ്റൈൽ, സ്ട്രിങ് ഡോട്ട് XML പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി, ഇതാണ് സ്ട്രിങ് ഡോട്ട് XML. ഇതാണ് ഗ്രാഫിക്സ് ആണ്. ഇവിടെ സ്ട്രിങ് ഡോട്ട് XML കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ ആപ്പ് നെയിം എന്താണ്, ഹലോ അണ്ടർസ്കോർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വേരിയബിളിൽ ഹലോ വേൾഡ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ഹലോ വേൾഡ് എന്നവിടെ വന്നത്. ഓക്കെ,
ഇവിടെ ഹലോ വേൾഡ് എന്ന് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഹലോ വേൾഡ് എന്ന് കണ്ടോ? ഈ ടെക്സ്റ്റ് ഇവിടെ വരാൻ കാരണം നമ്മളിവിടെ string.xml എന്നുള്ള ഫയലിൽ ഹലോ വേൾഡ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുത്തു. ഗുഡ് മോർണിംഗ് ഇവിടെ ഗുഡ് മോർണിംഗ് ടൈപ്പിൽ കൊടുത്തതുകൊണ്ട് ആ ഗുഡ് മോർണിംഗ് അതുപോലെ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഹലോ ഗുഡ് മോർണിംഗ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ വരും. ഒന്ന് ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് string.xml എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഈ ഒരു വേൾഡ് ഇപ്പോൾ മാറി. ഇത് വേരിയബിൾ നെയിമാണ്. ഈ വേരിയബിൾ നെയിമിൽ ഡാറ്റ എന്താണോ അതാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ XML കോഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറ്റ് ദ string.xml എന്ന ഫയലിൽ ഹലോ വേൾഡ് എന്താണുള്ളത് അത് അവിടെ പ്രിന്റ് ചെയ്യുക. അങ്ങനെ കണ്ടീഷൻ. അപ്പൊ അതുപോലെ അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ഓക്കെ അല്ലേ? ദെൻ പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞത് string.xml കഴിഞ്ഞ് വരുന്നത് ആൻഡ്രോയിഡ് manifest.xml. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് manifest.xml കാണാൻ പറ്റും. അതിന്റെ ഗ്രാഫിക്സ് ആണ് ഇവിടെ. വെർഷൻ എത്ര? 1.0. മെയിൻ വെർഷൻ 1 ആണ്. അതിന്റെ സബ് ആണ് 1.0 എന്ന് പറഞ്ഞു കൊടുത്ത്. നമ്മൾ വെർഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ അങ്ങനെ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ റൺ ചെയ്യുന്നത് പറഞ്ഞാൽ 5.3 ആണ് വിചാരിക്കാം റൺ ചെയ്യാം. 5.2 ആണ് ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്യുന്നത്. നമ്മൾ അപ്ഡേഷൻ നടത്തുകയാണ് ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ 5.3 ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ മെയിൻ വെർഷൻ കോഡ് 5, അതുപോലെ വെർഷൻ നെയിം എന്നുള്ളത് എന്തായിരിക്കും? 5.3 എന്നായിട്ട് മാറും. ഓക്കെ, ഈ രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ കണ്ടന്റുകൾ ആഡ് ചെയ്യാം. അതുപോലെ ഇവിടെ ഇതിന്റെ ആപ്ലിക്കേഷൻ പെർമിഷൻസ് വരുന്നുണ്ട്. ഇത് മാനിഫെസ്റ്റ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ പെർമിഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. ഏതൊക്കെ പെർമിഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടന്റ് ആപ്ലിക്കേഷൻ നെയിം കാര്യങ്ങളൊക്കെ. ദെൻ ആ പെർമിഷൻസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പെർമിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ പെർമിഷൻ വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ വെർഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ കണ്ടന്റും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന്റെ കോഡ് നമുക്ക് ഇതിന് വിചാരിക്കും. ഇത് ഗ്രാഫിക്സ് ആണ്. അതിന് കോഡ് എഴുതി ചെയ്യണമെങ്കിൽ ഇവിടെ manifest.xml എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് എടുക്കാം. നേരത്തെ ഇതൊക്കെ ഗ്രാഫിക്സ് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന്റെ കോഡ് എവിടെ കിട്ടും? ഇവിടെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റോയിൽ വരും. അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ കൊടുത്ത ഈ വെർഷൻ നോക്കിയേ, ഈ മാനിഫെസ്റ്റോ വെർഷൻ 5ഉം അതുപോലെ 5.3 ആണ് കൊടുത്തത്. അത് ഓട്ടോമാറ്റിക് ഇവിടെ കോഡിൽ വന്നു. എത്ര വന്ന്? ആപ്പ് വെർഷൻ 5ഉം 5.3. ഞാൻ ഇവിടെ കോഡ് മാറ്റി അത് 6 ആക്കി വിചാരിക്കാം. ദാറ്റ് ഈസ് 6 ആണ് മെയിൻ വെർഷൻ. അവിടെ 6.2 കൊടുത്തു. ഓക്കെ, അപ്പൊ ആ വെർഷൻ അതുപോലെ നമുക്ക് ഇവിടെ കിട്ടും. ഈ XML കിട്ടും. കണ്ടോ? 6.2. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഇവിടെ കോഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കോഡ് ടൈപ്പ് ചെയ്ത് ഡാറ്റ എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് വരും. ഇവിടെയാണ് നമ്മൾ പെർമിഷൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കോഡ് ഏത് ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞവർക്ക് കോഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് വഴി ഇതെല്ലാം പെർമിഷൻസ് ഒക്കെ പെർമിഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് പെർമിഷൻ വേണം പെർമിഷൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ആ ഗ്രൂപ്പിൽ ഏതൊക്കെ പെർമിഷൻ വേണമെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവിടെ അതിന്റെ കോഡ് ഓട്ടോമാറ്റിക് വരും. ഓക്കെ, അതൊക്കെ ഓരോ എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. സോ ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു സ്ട്രക്ചർ src r.java, ദെൻ ജാവ ഫയൽസ്, അതുപോലെ റിസോഴ്സ് ഫയൽസ്, main.xml ലേഔട്ട് ആക്ടിവിറ്റി വിൻഡോ, ദെൻ വാല്യൂസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ്രോയിഡ് manifest.xml. ക്ലിയർ ആയോ? സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് പറയുന്നത് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, താങ്ക് യു.